പറയുന്നത്. പക്ഷേ വി ഡി സതീശൻ എന്നുള്ള നേതാവിന് അങ്ങനെ ചെറുതായി കാണാൻ പറ്റില്ല. കാരണം അദ്ദേഹം നൽകിയ ഊർജ്ജം തന്നെയാണ് ഈ കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള വലിയ വഴിയൊരുക്കിയ നമ്മളിൽ കാണേണ്ടതുണ്ട്. വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് മറ്റാരും പറയുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുക്കില്ല. കോൺഗ്രസിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് എല്ലാ നേതാക്കന്മാർക്കും കൃത്യമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. CPM പോലെയോ അല്ലെങ്കിൽ BJP പോലെയോ ഒന്നും ഒറ്റ കേന്ദ്രത്തിൽ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. വി ഡി സതീശൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ഏണിങ്സ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ കരിമണലുമായി ബന്ധപ്പെട്ട് ഈ വി ഡി സതീശൻ അധ്യക്ഷനായിട്ടുള്ള ഒരു യൂണിയൻ ഉണ്ട്. ആലപ്പുഴ അദ്ദേഹം നേരത്തെ ജയിച്ച സ്ഥലമാണ്. ആലപ്പുഴയിൽ വലിയ പൊക്കൽക്കൊടി ബന്ധം അല്ലെങ്കിൽ പോലും വലിയ ആത്മബന്ധമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജയിച്ചു വരാമെന്നാണ് കരുതുന്നത്. പക്ഷേ കോൺഗ്രസിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന വലിയ പ്രതിഷേധം അത് വലിയ അപകടങ്ങളിലേക്കാണ് പോവുക എന്നും ഒരുപക്ഷേ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റുപോയാൽ KC വേണുഗോപാലിന്റെ രാഷ്ട്രീയ ജീവിതം വലിയ രീതിയിൽ പ്രതിസന്ധിയിലാവുമെന്നാണ് അദ്ദേഹത്തിനും അറിയാം. രാജേഷ് നമസ്കാരം. രാജേഷ്, ഏറ്റവും ഒടുവിൽ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്, വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം രാജിവെക്കും, അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ അനുകൂലിക്കുന്ന MLA-മാരും രാജിവെക്കും എന്നുള്ളതാണ് അവകാശവാദം. ഇതൊരു ഭീഷണിയായിട്ട് മാത്രമേ കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുകൂടാതെ തന്നെ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പലയിടങ്ങളിലും നമ്മൾ ഇന്നലെ തന്നെ പ്രവചിച്ചതാണ്, പല സ്ഥലങ്ങളിലും ആളുകൾ തെരുവിലിറങ്ങും എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇതൊക്കെ വി ഡി സതീശന് ദോഷം ചെയ്യുന്നൊരു കാര്യമാണ് എന്ന് പക്വതയുള്ള ആരെങ്കിലും വി ഡി സതീശൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ പ്രവർത്തകരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് നല്ലതായിരിക്കും. കാരണം ഫൈറ്റ് ചെയ്യുന്നത് ഒരു കോൺഗ്രസ് ഹൈക്കമാൻഡിനോടാണ്. ഇന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ഫൈറ്റ് ചെയ്യുന്ന വി ഡി സതീശൻ നാളെ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കില്ല എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. നാളെ ഉറപ്പായിട്ടും അദ്ദേഹം പുതിയൊരു പാർട്ടി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന പോലെ ഒരു പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പണമോ ആൾബലമോ നിലവിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു പക്ഷേ ആൾബലം ഉണ്ടായിരിക്കാം, പക്ഷെ പണമില്ല. പണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആദ്യ ടൈമിൽ തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുകയും അത്യാവശ്യം കുറച്ച് പണമൊക്കെ സമ്പാദിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം പുതിയൊരു പാർട്ടി, ഒരു പ്രാദേശിക പാർട്ടി കേരളത്തിൽ രൂപീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വേറൊരാൾ പെട്രോൾ ഒഴിച്ച് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നും പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്നുണ്ട്. ഇതൊക്കെ തമിഴ്നാട് രാഷ്ട്രീയം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ്. തമിഴ്മാർ പോലും നിർത്തി. അപ്പോൾ വി ഡി സതീശൻ അതിര് വിടുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യം ശരിയാണ്, ഒരുപാട് വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തിയാണ് അധികാരത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇത് ഇത്തിരി കൈവിട്ട കളിയായി പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അല്ല, വി ഡി സതീശൻ MLA സ്ഥാനം രാജിവെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ സമ്മർദ്ദതന്ത്രങ്ങൾ എല്ലാവരും എടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വി ഡി സതീശൻ ചില സമ്മർദ്ദതന്ത്രങ്ങൾ ഉണ്ടാക്കി നേതൃത്വത്തിന് മുന്നിൽ വെക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ നമ്മളിൽ കാണേണ്ടത് വി ഡി സതീശനെ നമുക്കങ്ങനെ എന്താ പറയേണ്ടത്, അത്ര ചെറുതായി കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം വി ഡി സതീശൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ വളരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ഒരു നേതാവാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കിയ നേതാവാണ്. ഓരോ ബൈ ഇലക്ഷൻ കഴിയുമ്പോഴും ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് അധികാരത്തിൽ തിരിച്ചെത്താൻ പറ്റും എന്നുള്ള ഒരു വലിയ ഒരു ആഗ്രഹം ഉണ്ടായി, അത്തരത്തിൽ ആത്മവിശ്വാസം ഉണ്ടായി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾക്കിടയിലും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിലും വലിയ സ്വീകാര്യതയുള്ള ഒരു നേതാവ്. വി ഡി സതീശൻ മാത്രമല്ലല്ലോ, കാരണം ഒരു കൂട്ടായ ലീഡർഷിപ്പ്. വി ഡി സതീശൻ ആണല്ലോ നയിക്കുന്നത്. അല്ല, താൻ എന്ന ഭാഗം അവിടെയാണ് പ്രശ്നം. എപ്പോഴും വി ഡി സതീശന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ അല്ല, വി ഡി സതീശൻ ഉണ്ടാക്കിയ ഒരു എനർജി കോൺഗ്രസിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നത് നമ്മൾ കാണേണ്ടത് പറയല്ലേ. കാരണം ഇതൊക്കെ എന്താണ് രാജ്യത്തെ, കാരണം ഈ ഒരു വി ഡി സതീശനാണ് ഈ 2021-26 വരെ എല്ലാ സ്ഥലങ്ങളിൽ മത്സരിച്ചു, ഒറ്റയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും വിജയിച്ചു എന്നല്ലേ പറയുന്നത്. പക്ഷേ വി ഡി സതീശൻ എന്നുള്ള നേതാവിന് അങ്ങനെ ചെറുതായി കാണാൻ പറ്റില്ല. കാരണം അദ്ദേഹം നൽകിയ ഊർജ്ജം തന്നെയാണ് ഈ കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള വലിയ വഴിയൊരുക്കിയ നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ വി ഡി സതീശൻ എന്ന നിരാശയെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കെ സുധാകരനെ പത്രസമ്മേളനത്തിന്റെ വേദിയിൽ ഇരുത്തിയിട്ട് മൈക്ക് തട്ടി മാറ്റിയതൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്നല്ല. അത് കോൺഗ്രസിലുള്ള എല്ലാ കാലത്തും കോൺഗ്രസിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് എല്ലാ നേതാക്കന്മാർക്കും കൃത്യമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. CPM പോലെയോ അല്ലെങ്കിൽ BJP പോലെയോ ഒന്നും ഒറ്റ കേന്ദ്രത്തിൽ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. പക്ഷെ അതൊക്കെ പറയുമ്പോഴും കോൺഗ്രസിന് ഹൈക്കമാൻഡ് എന്നുള്ള ഒരു
വലിയ സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ പിന്നെ സ്വീകരിക്കാറുണ്ട്. അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ തീരുമാനം അന്തിമമാകാറുണ്ട്. അത് സ്വീകരിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഭാരവാഹികളെ തീരുമാനിക്കുന്നതും ഒക്കെ AICC ഹൈക്കമാൻഡും ചേർന്നാണ് നമുക്കറിയാം. അതുകൊണ്ട് ഈ സംവിധാനത്തെയൊക്കെ മുകളിലേക്കെടുത്ത് മാത്രമേ VD സതീശനും പോകാൻ പറ്റുള്ളൂ, എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും പോകാൻ പറ്റുള്ളൂ. പക്ഷേ സതീശൻ്റെ ക്യാമ്പുകൾ വളരെ സജീവമാണ്. സതീശൻ മുഖ്യമന്ത്രിയായി കാണണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സതീശൻ അത്തരത്തിൽ നേരത്തെ തന്നെ അത്തരത്തിലൊരു ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ രമേശ് ചെന്നിത്തലയുണ്ട് പുറകിൽ. അതുപോലെ തന്നെ KC വേണുഗോപാൽ വളരെ ഏറെ MLA-മാരുടെ പിന്തുണയുമായി KC വേണുഗോപാലും ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് 100-ലേറെ സീറ്റുകളുമായി കോൺഗ്രസിനെ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിട്ടാണ് ഈ ഇലക്ഷൻ നേരിട്ട് നമ്മളിൽ കാണേണ്ടത്. അത് അപക്വമായ ഒരു പ്രഖ്യാപനമായിരുന്നില്ല. ആ പ്രവർത്തകർക്കിടയിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കി. കാരണം VD സതീശൻ വെറുതെ അങ്ങനെ പറയുന്നില്ലല്ലോ, കൃത്യമായ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നൽ കേരളത്തിൽ ആകമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് VD സതീശൻ്റെ ആ പ്രഖ്യാപനം ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് VD സതീശൻ അത്തരത്തിൽ തീരെ പരിഗണിക്കപ്പെടാൻ പാടില്ലാത്തൊരു നേതാവല്ല. പക്ഷേ ഇത്തവണ ചെയ്യാവുന്ന ഒരു ഒത്തുതീർപ്പ് ഫോർമുല എന്ന് പറഞ്ഞാൽ തീർച്ചയായും മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ നമ്മുടെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുകയും രണ്ടാമനായി എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ട് ഈ മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പല്ല അദ്ദേഹത്തിന് ഏറ്റവും ബെറ്റർ. അതിനേക്കാളും നല്ലത് അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് അടക്കം ആഭ്യന്തരം വിട്ടുകൊടുക്കുമോ? അങ്ങനെ ആഭ്യന്തര വകുപ്പൊക്കെ നൽകി അദ്ദേഹത്തെ രണ്ടാമനാക്കി നിർത്തിക്കൊണ്ട് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ, ഹൈക്കമാൻഡിന്റെ ഭാഗമായി നിൽക്കുന്ന KC വേണുഗോപാൽ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ വേണുഗോപാലും മുഖ്യമന്ത്രി ആകുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ഇവിടെ വലിയ രീതിയിലുള്ള ചരടുവലികൾ നടത്തി എന്നുള്ളത് കോൺഗ്രസിൽ ഇപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിന് ജനങ്ങൾ നൽകിയ ഈ വലിയ മാൻഡേറ്റ് ജനങ്ങൾക്ക് തന്നെ ഒരു നാണക്കേടായി മാറി എന്നുള്ളതാണ്. കോൺഗ്രസിന് ഇത്രയേറെ ഇത്രയേറെ സീറ്റുകൾ നൽകി കേരളത്തിൽ വലിയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച സാധാ പ്രവർത്തകർക്കും ഇതൊരു വലിയ നാണക്കേടായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ ഇത്രയൊന്നും പോവാതെ തന്നെ കോൺഗ്രസ് നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കണമായിരുന്നു. കാരണം എന്തായാലും VD സതീശനും വിജയിക്കും, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും വിജയിക്കുമെന്ന് കോൺഗ്രസ്സുകാർക്കെല്ലാം അറിയാം, UDF നേതൃത്വത്തിന് അറിയാം, ഹൈക്കമാൻഡിനും അറിയാം. അതുകൊണ്ട് നേരത്തെ തന്നെ അവരൊരു തീരുമാനം പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഒരു തീരുമാനം ഉണ്ടാക്കുകയും അത് ഇവരെ അറിയിക്കുകയും ചെയ്യണമായിരുന്നു എന്നുള്ളതാണ്. ഇത്രയേറെ തമ്മിലടിയിലേക്ക് ഇവരെ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. രാജേട്ടൻ 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു VD സതീശൻ എന്ന് പറയുന്നത്. കാരണം തീവെട്ടിക്കൊള്ള സർക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പരിഹസിച്ചിട്ടുണ്ട്, വളരെ വലിയ തോതിൽ ആക്രമിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2016 മുതൽ 2021 വരെ രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്ന ഒരു സമയം യാതൊരു തരത്തിലുള്ള പിന്തുണയും ഈ പറഞ്ഞ VD സതീശൻ്റെ ഭാഗത്തു നിന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ 2021 മുതൽ 2026 വരെയുള്ള കാലഘട്ടം ഒന്ന് എടുത്തു നോക്കുക. ഈ ഒരു സമയത്ത് ഇവിടെ യാതൊരു തരത്തിലുള്ള ഗ്രൂപ്പിസും ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെതിരെ ഒരക്ഷരം പോലും രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നോ KC വേണുഗോപാലിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ആകെപ്പാടെ സുധാകരനും അതോടൊപ്പം തന്നെ കെ സുധാകരനും VD സതീശനും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾക്കപ്പുറത്ത് ഒരു ഡിസ്റ്റർബൻസും സതീശനുണ്ടായിട്ടില്ല. സതീശനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ഒരു കാരണമാണ് ഈ ഒരു വലിയ വിജയത്തിന്. കാരണം 2016 മുതൽ 2021 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റയാൻ പോരാളിയെ പോലെയാണ് രമേശ് ചെന്നിത്തല യുദ്ധം നയിച്ചതെന്ന് പറയാം. അതുകൂടാതെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു, യുദ്ധം പൊട്ടിപ്പോയി സമ്മതിച്ചിരിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തന്നെ യുദ്ധം നയിച്ചാൽ ആ യുദ്ധം എത്രത്തോളം എത്തുമെന്ന്. പിന്നെ ആ സമയത്ത് കോവിഡിന്റെ കാലഘട്ടമൊക്കെ ആയിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അത്ര വലിയ ശോഭിക്കാൻ വേണ്ടി പല വിഷയങ്ങളും കൊണ്ടുവന്നു. പക്ഷെ അതൊന്നും അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രവർത്തനം വെച്ച് നോക്കുമ്പോഴത്തേക്ക് VD സതീശന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് വിലയിരുത്താൻ പറ്റുക. കാരണം അതുകൂടാതെ തന്നെ അടുത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. കാരണം VD സതീശനെ സംബന്ധിച്ചിട്ട് പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് മറ്റാരും പറയുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുക്കില്ല. ഏറ്റവും ഒടുവിൽ K കൃഷ്ണൻകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് മാത്യു കുഴൽനാടൻ പുറത്തുവിടുന്നു. ഈ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട ഈ ഒരു ഓഡിയോ ക്ലിപ്പിനോട് ആകെപ്പാടെ ഒരു പ്രതികരണം നടത്തിയത് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും മാത്രമാണ്.
എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഒരക്ഷരം പോലും മിണ്ടാതിരുന്നത്? കാരണം തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുമ്പ് പുറത്തുവിട്ട ഒരു ഓഡിയോ ക്ലിപ്പാണ്. അത് വലിയ രീതിയിൽ ഇവിടെ ചർച്ചയാക്കേണ്ടിയിരുന്ന ഒരു വിഷയം കൂടിയാണത്. എന്തുകൊണ്ടാണ് വി ഡി സതീശൻ അതിന് പിന്തുണ കൊടുക്കാതിരുന്നത്? അതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, എൻ്റെ മുഖം, എൻ്റെ ഫേസ്, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും പാടില്ല എന്നുള്ള ഒരു ധാർഷ്ട്യം. ആ ധാർഷ്ട്യത്തെ മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ. അല്ല, വി ഡി സതീശൻ ഒന്നും ഏറ്റെടുത്തില്ല എന്ന് നമുക്ക് പറയുന്നത് തെറ്റാണ്. ഈ വിഷയം അല്ലാത്ത നിരവധിയായ വിഷയങ്ങൾ, ഇപ്പം അതികുഴനാടൻ ഉയർത്തിക്കൊണ്ടുവന്ന മറ്റേ കരിമണൽ കേസ്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉണ്ടായ കരിമണൽ കേസൊക്കെ വളരെ കൃത്യമായി അത് വലിയ പിന്തുണ കൊടുത്ത് തന്നെയാണ് വി ഡി സതീശൻ. കരിമണൽ കേസിൽ രാജേട്ടാ, എനിക്ക് അറിയാവുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. വി ഡി സതീശൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ഏണിങ്സ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ കരിമണലുമായി ബന്ധപ്പെട്ട് ഈ വി ഡി സതീശൻ അധ്യക്ഷനായിട്ടുള്ള ഒരു യൂണിയനുണ്ട്. ആ യൂണിയന് വളരെ അടുത്ത ബന്ധമാണ് ഈ പറഞ്ഞ കർത്തയുമായിട്ടുള്ളത്. എല്ലാ പാർട്ടികളും ഇത് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഞാനിന്ന് പറയുന്ന കാര്യമാണ്. വി ഡി സതീശൻ്റെ യൂണിയനാണ് കരിമണൽ കർത്തയുടെ അവിടെ ഉള്ളത്. അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ തുകയുണ്ട്. ആ തുക ഒരു വലിയ മുതൽക്കൂട്ടാണ് വി ഡി സതീശൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? അല്ല, എല്ലാ നേതാക്കന്മാർക്കും കരിമണൽ കർത്തയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. വി ഡി, മറ്റേ RC, പിന്നെ PV ഈ പറഞ്ഞ ആ ഡയറിയിലെ പുറത്തുവിട്ടിരുന്നു. അതിപ്പോ ക്രൈം നന്ദകുമാർ 25 എല്ലാ ആളുകൾക്കും പല മാധ്യമങ്ങളും പോയി പിന്നെ പൈസ മേടിച്ചിട്ടുണ്ട്, പല സ്ഥാപനങ്ങൾ പൈസ മേടിച്ചിട്ടുണ്ട്, യൂണിയനുകൾ പൈസ മേടിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർ. പക്ഷെ വിഷയം അതായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകൾ ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി, ആ കമ്പനിക്ക് ഇവരുടെ കൺസൾട്ട് ഇത് കൊടുക്കുന്നു, IT അവതരിപ്പിച്ചോളൂ. ഞാൻ ഇതിൽ പറയുന്നത് വി ഡി സതീശനെ അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും എഴുതിത്തള്ളാൻ പറ്റാത്ത നേതാവ് തന്നെയാണ് വി ഡി സതീശൻ. പക്ഷേ ഇതിൽ ചെയ്യേണ്ടിയിരുന്നത്, ഇപ്പോൾ ഉണ്ടാക്കേണ്ട ഒരു ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുകയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ്, അല്ലെങ്കിൽ സിബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ധനകാര്യ വകുപ്പ് കൊടുത്ത് രണ്ടാമനാക്കി ഈ മന്ത്രിസഭയിലെ രണ്ടാമനാക്കിക്കൊണ്ട് വി ഡി സതീശനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രിസഭ എത്രയും പെട്ടെന്ന് രൂപീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാമല്ലോ രാജേട്ടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഏകല ഉപമുഖ്യമന്ത്രി ആക്കിയേ പറ്റൂ. അപ്പൊ ആ കൂട്ടത്തിൽ വേണമെങ്കിൽ വി ഡി സതീശനെ ഉപമുഖ്യമന്ത്രി ആക്കാമല്ലോ. അല്ല, അത് വേണ്ടതേ. ഉപമുഖ്യമന്ത്രി ഒന്നും കുഞ്ഞാലിക്കുട്ടിനെ ആക്കില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഈ പറയുന്ന വി ഡി സതീശനെ ഉപമുഖ്യമന്ത്രി ആക്കാനുള്ള ഒരു കർണാടക സ്റ്റൈലിലുള്ള ഒരു മന്ത്രിസഭയൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായും വി ഡി സതീശനെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. വി ഡി സതീശന് അർഹമായ പ്രാതിനിധ്യം കൊടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം പറഞ്ഞു, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തിന് യോഗ്യത ഉണ്ടായിട്ട് പോലും ചില സാമുദായിക സമവാക്യങ്ങൾ പാലിക്കാൻ വേണ്ടി വി ഡി സതീശനെ കഴിഞ്ഞ തവണ മന്ത്രിസ്ഥാനത്തേക്ക് പോലും പരിഗണിച്ചിരുന്നില്ല. ഇപ്പം സതീശനുള്ള കുഴപ്പമായിട്ട് ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നതാണ്, സതീശൻ ഇതുവരെ മന്ത്രിയായിട്ടില്ല. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്, നേരത്തെ മന്ത്രിയായിട്ടുണ്ട്, ചെറുപ്പത്തിൽ തന്നെ വളരെ 28ാമത്തെ വയസ്സിൽ മന്ത്രിയായ ആളാണ്, പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുണ്ട്. അങ്ങനെ പല റോളുകളിലൂടെ വന്ന ആളാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളതാണ് പ്രധാനമായി വരുന്ന ആവശ്യം. KC-ക്കല്ല നറുക്ക് വീഴുന്നെങ്കിൽ തീർച്ചയായും രമേശ് ചെന്നിത്തലയ്ക്ക്. ഇപ്പോൾ KC ഇന്നലെ വരെയുള്ള അവസ്ഥയിലല്ല ഇന്നുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് ഒരു വലിയ വിജയത്തിന് ശേഷം ഇത്തരത്തിലേക്ക് കൊണ്ടുപോയതിൽ ഒരു മുഖ്യ പങ്ക് KC-ക്കുണ്ട് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വ്യാപകമായിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം അദ്ദേഹം എവിടെ നിന്ന് മത്സരിച്ച് ജയിക്കും എന്നുള്ളത്. അപ്പം ആലപ്പുഴ അദ്ദേഹം നേരത്തെ ജയിച്ച സ്ഥലമാണ്. ആലപ്പുഴയിൽ വലിയ പൊക്കിൾക്കൊടി ബന്ധമില്ലെങ്കിൽ പോലും വലിയ ആത്മബന്ധമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജയിച്ചു വരാം എന്നാണ് കരുതുന്നത്. പക്ഷേ കോൺഗ്രസിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന വലിയ പ്രതിഷേധം അത് വലിയ അപകടങ്ങളിലേക്കാണ് പോവുക എന്നും, ഒരുപക്ഷേ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റുപോയാൽ KC വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ ജീവിതം വലിയ രീതിയിൽ പ്രതിസന്ധിയിലാവുമെന്നാണ് അദ്ദേഹത്തിനും അറിയാം. മാത്രമല്ല 2 ഉപതെരഞ്ഞെടുപ്പുകളാണ്. കാരണം അദ്ദേഹം ആലപ്പുഴയിൽ ഇപ്പോൾ MP ആണ്. അതുകൊണ്ട് ഒരു MLA രാജിവെപ്പിക്കണം. തീർച്ചയായും 2 ബൈ ഇലക്ഷൻ വരും. ഇതൊക്കെ വലിയ രീതിയിൽ അവമതിപ്പിന് ഇടയാക്കും. അങ്ങാണ്ട് 2 സീറ്റ് നഷ്ടപ്പെട്ടാൽ ദേശീയ തലത്തിൽ പോലും അത് വലിയ ചർച്ചയാകും. കാരണം ദേശീയ നേതാവ് എന്നുള്ള രീതിയിൽ KC വേണുഗോപാൽ വളരെ ശ്രദ്ധയോട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം പറഞ്ഞു കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലപ്പുഴയും മറ്റൊന്ന് ഇരിക്കൂറുമാണ്. സജീവ് ജോസഫ് രാജിവെച്ച് അവിടെ മത്സരിക്കുമെന്നാണ്. പക്ഷേ അവിടെയുള്ള ഒരു വലിയ അപകടമുണ്ട്. കാരണം അവിടെ കുടിയേറ്റ ജനത ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള സ്ഥലമാണ്. രണ്ടാമത് മുസ്ലിം വോട്ടുകൾ നിർണായകമാകുന്ന സ്ഥലം കൂടിയാണ് ഇരിക്കൂർ. അതുകൊണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പം അങ്ങനെ മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുതെന്നൊക്കെ നാടൻ ലീഗിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു മുന്നണി എന്നുള്ള രീതിയിൽ അവർക്കും കൂടി സ്വീകാരണ ഒരാൾ ആയിരിക്കണം മുഖ്യമന്ത്രി ആവുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ
മുസ്ലിം ലീഗ് ചിലപ്പോൾ പണി കൊടുത്താൽ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗവുമായി വളരെ അടുത്ത ബന്ധമല്ല, ഈ പിതാക്കന്മാരൊക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ട്, കുഴപ്പമില്ലാത്ത ബന്ധമുണ്ട്, പിതാക്കന്മാരൊക്കെ ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ പോലും അത്ര സെറ്റിലേഴ്സിന്റെ ഇടയിൽ, കുടിയേറ്റ ജനതയ്ക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ ഉടപ്പെടാം. അതുകൊണ്ട് ഇരിക്കൂറും അത്ര സേഫ് അല്ല എന്ന് കാണണം. ഒരു പക്ഷേ ഇരിക്കൂറിൽ പോയി തോറ്റ് രാജിവെച്ച് അവിടെ ഇദ്ദേഹം മത്സരിച്ച് തോറ്റുപോയാൽ അത് സജീവനും വലിയ തിരിച്ചടിയാവുന്നില്ല, പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞ റോജി എം ജോണിനെ രാജിവെപ്പിച്ച് റോജി എം ജോണിനെ KPCC പ്രസിഡന്റ് ആക്കിയിട്ട് അങ്കമാലിയിൽ നിർത്തി കഴിഞ്ഞാൽ KSC പോലെ വിജയിക്കില്ല. ഇല്ല, അങ്കമാലിയിലും പണി മേടിക്കാൻ തീരുമാനിച്ചു കോൺഗ്രസ് എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കും? അല്ല, അതിനേക്കാൾ സേഫ്റ്റി ഏറ്റവും കൂടുതൽ ഉള്ളത് ആലപ്പുഴ തന്നെയാണ്. പക്ഷെ ഒരിക്കലും വളരെ വ്യക്തമായി ഞാൻ പറയാം, ഒരിക്കലും KC-യിലേക്ക് പോവാതിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് ഇന്ന് കിട്ടുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ അല്ലെ ധനവകുപ്പ് മന്ത്രിയോ ആയിട്ട് VD സതീശൻ തുടരുന്നതായിരിക്കും കോൺഗ്രസിനും അതുപോലെ തന്നെ കേരളത്തിനും നല്ലത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.